ഫ്ലാഷ് ബാക്ക്. ഒറ്റടിക്ക് റിങ്ങിന്റെ പുറത്ത് തോറ്റ് നിൽക്കണ്. മറ്റൊന്ന് ജയിച്ചത് ഒറ്റടിക്ക് തെറിച്ചു വീണ്. ഇവരെന്നാണോ ഞാൻ ചലഞ്ച് ചെയ്യേണ്ടത്? ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ഇപ്പൊ ഇൻസ്റ്റ തുറന്നുകാന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പേര് എന്നെ വെല്ലുവിളിക്കും, എന്നെ തല്ലണം, എന്നെ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം. ഇപ്പൊ ഇവൻ പൈസ കൊടുത്തിട്ട് വിടതാണോ എന്താണ് ഏതാന്ന് എനിക്കറിയില്ല. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? ഇപ്പൊ മണവാളൻ ഞാൻ തോൽക്കണ ഒരു വീഡിയോ എടുത്ത് പൊക്കിക്കൊണ്ടതിന് മണവാളൻ ചിലപ്പോ ഞാൻ ആർക്കും പൈസ കൊടുത്തിട്ട് വാങ്ങിയതാവും. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിലൊരു പോക്കേ. മണവാളൻ ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇതിന് മുന്നേ തോറ്റ മാച്ച് ഉണ്ട്, അത് ഞാൻ നിനക്ക് സെൻഡ് ചെയ്തുതരാം. ആ പൈസ വെറുതെ വേസ്റ്റ് ആക്കണ്ട, നീ എനിക്ക് തന്നോ. എനിക്കൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാനിത് നിൽക്കുന്നത്. എനിക്ക് അന്ന് ആ ഒരു ഫൈറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. ആ പറഞ്ഞപ്പോ അവന്റെ ഒപ്പണന്റ് വന്നുകൊണ്ട് ഇങ്ങനെ സംഭവം കണ്ടപ്പോ ഞാൻ അതിൽ വീഡിയോ ഇട്ടു, അത്രേ ഉള്ളൂ. നാണമില്ലടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? ഒരു കണ്ടന്റിനും വേണ്ടിട്ട് പിന്നെ ഇപ്പൊ LKG പിള്ളേര് വരെ എന്റെ അടുത്തൊരു വരും, അപ്പൊ എന്നേറ്റ് മുട്ട് എന്താ ഇതിനൊക്കെ പറയാം. പിന്നെ അതുപോലെ അവൻ അങ്ങനെ ഒരു മെഡൽ കിട്ടിക്കാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ചെയ്യുന്നത് ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ അവനക്ക് അല്ലാതെ കിട്ടിയിട്ടുള്ളത്, അർഹതപ്പെട്ടവൻ അവനല്ല. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്തിട്ട് അവര് നിൽക്കാൻ പാടില്ലായിരുന്നു. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ എന്നേറ്റ് കോമ്പറ്റീഷനിൽ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ട് തല്ലെന്നുണ്ടെങ്കിൽ വരിക, കുഴപ്പമില്ല. എന്നോട് കളിക്കാൻ ധൈര്യം. ഞാനിപ്പോ ഉള്ളത് കോയമ്പത്തൂർ ഓപ്സിലാണ്. പിറ്റു ഫൈറ്റ് നിർമ്മൽ ബ്രോന്റെ MMA ഫൈറ്റിംഗ് ക്ലബിലാണ് ഞാനിപ്പോ ഉള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനി ടൈം. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ, എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.